ഹലോ മൈ ഹാപ്പി സോൾ സെൽഫ് ലവ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. 2 ആഴ്ച വളരെ മനോഹരമായി 14 ദിവസങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ് ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്കുണ്ടായത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ, അതായത് ഡേ 15ലേക്ക് കടക്കുമ്പോൾ എന്താണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നല്ലേ. ഇപ്പോൾ 2 ആഴ്ചകളിൽ നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇമോഷൻസിനെയൊക്കെ ഹീൽ ചെയ്യുന്ന നമ്മുടെ ഇന്നർ ചൈൽഡിനെ കാണുന്നതും, ഇന്നർ ചൈൽഡിനെ അൺഹാപ്പി ആയിട്ടിരിക്കുന്ന ഇന്നർ ചൈൽഡിനെ കണ്ട് അതിനോട് കൂടെ നമ്മളുണ്ട്, നമ്മൾ സേഫ് ആണെന്നൊക്കെ നമ്മൾ സംസാരിക്കുകയും നമ്മളുടെ ബോഡിയെ ലവ് ചെയ്യാനും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മുടെ ഒരു ദിവസം തുടങ്ങാനും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ള ലെസണിലേക്കാണ് നമ്മൾ പോകുന്നത്, കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്കാണ്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും പ്രയാസമായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്, ക്ഷമിക്കുക എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും പറയാൻ എളുപ്പമാണെങ്കിലും പക്ഷെ അത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസപ്പെട്ടൊരു കാര്യം തന്നെയാണ്. എൻ്റെ കാര്യം തന്നെയാണ് ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നത്. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒന്നും മറക്കാൻ പറ്റാതെ എല്ലാം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതെനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു എന്ന് ഫൊർഗീവ്നെസ് ശരിക്കും എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത്. കാര്യം ഫൊർഗീവ്നെസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാളോട് ദയ കാണിക്കുകയല്ല ചെയ്യുന്നത്, മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല ഒരിക്കലും ഫൊർഗീവ്നെസ് എടുക്കുന്നത്. ഫൊർഗീവ്നെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ഫൊർഗീവ്നെസ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ശരിക്കും നമുക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് മറ്റൊരാളോട് ക്ഷമിക്കാൻ കഴിയാത്തത് എപ്പോഴാണെന്നറിയാമോ? ശരിക്കും നമുക്ക് നമ്മളോട് ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ആദ്യം നമുക്ക് നമ്മളോട് ക്ഷമിക്കാൻ കഴിയുമ്പോഴാണ് മറ്റൊരാളോട്, അവർ നമ്മളോട് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ കഴിയുന്നത്. നമുക്ക് ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമുക്ക് നമ്മളോട് അതേ ഇൻറ്റൻസിറ്റിയിൽ ദേഷ്യമുള്ളത് കൊണ്ടാണ്. സോ ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫോർ അതേഴ്സ്. ശരിക്കും അത് നമ്മളെ ഹീൽ ചെയ്യാൻ, നമ്മളെ കുറച്ചുകൂടെ ലൈറ്റാക്കാൻ, നമ്മളെ കുറച്ചുകൂടെ സ്മൂത്താക്കി നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തെയും സന്തോഷത്തോടെയും വളരെ എനർജറ്റിക് ആയിട്ടും വളരെ ഹാപ്പി ആയിട്ടും വളരെ പീസ്ഫുള്ളായിട്ടും കൊണ്ടുപോകാനായിട്ട് ഫൊർഗീവ്നെസ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ മിറർ വർക്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ പാസ്റ്റ് ലൈഫിൽ നമുക്ക് സംഭവിച്ച പല കാര്യങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. അതൊക്കെ നമ്മൾ മറക്കാതെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ഉള്ളിയുടെ ഒരു തൊലി ഇങ്ങനെ ഉരിഞ്ഞ് കളയുന്ന ഒരു പ്രോസസ്സ് പോലെയാണ് ശരിക്കും ഈ ഫൊർഗീവ്നെസ് ഹീലിംഗ് നടക്കുക. ഒരു ദിവസം ചിലപ്പോൾ ഒരു ലെയർ ആയിരിക്കും, ചിലപ്പോൾ 2 ലെയർ നമുക്ക് പൊളിക്കാൻ പറ്റും. അതൊരു പ്രോസസ്സാണ്. അതൊരിക്കലും ഒരൊറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു ഇവൻ്റ് അല്ല. ആ ഒരു പ്രോസസ്സ് നമുക്ക് എല്ലാ ദിവസവും നമ്മളെ ഇങ്ങനെ ഹീൽ ചെയ്ത് കളയുമ്പോഴാണ് അതിൻ്റെ ആ ഫൊർഗീവ്നെസ്സിൻ്റെ ബ്യൂട്ടി നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ മിറർ വർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് വേണം ചെയ്യാൻ. കാര്യം നമുക്ക് കുറച്ചുകൂടി ഇമോഷൻസിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒത്തിരി സമയം നിന്ന് ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പം സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ചെയ്യാം. കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വേണം ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ. മിററിലേക്ക് നോക്കി മിററിൽ കാണുന്ന ആളോട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ എന്നോട് ക്ഷമിക്കാൻ തയ്യാറാണ്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരോടും ക്ഷമിക്കാൻ തയ്യാറാണെന്നാണ്. എന്നിട്ട് ഇരുന്ന് വളരെ സമാധാനത്തോടെ നമുക്ക് വേണമെങ്കിൽ ഒരു ലൈറ്റായിട്ടൊരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാം. നമ്മളെ വളരെ ഹീലിംഗ് എനർജി തരുന്ന ഒരു സിമ്പിൾ മ്യൂസിക് പ്ലേ ചെയ്യാം. എന്നിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് കണ്ണാടിയിൽ കാണുന്ന ആ അത്ഭുത പ്രതിഭാസത്തോട് നമ്മൾ സംസാരിക്കേണ്ടത്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്ഷമിക്കാൻ പഠിക്കാൻ തുടങ്ങിയാണ്. ഐ ആം വില്ലിങ് ടു ഫൊർഗീവ്. ഞാൻ തയ്യാറാവുകയാണ്. നമ്മൾ എങ്ങനെ ക്ഷമിക്കാൻ, എൻ്റെ സെഷനിലേക്കൊക്കെ വരുന്നവർ ചോദിക്കും, മാം എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? ക്ഷമിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായാൽ മാത്രം മതി. ക്ഷമിക്കാൻ തയ്യാറാകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യും. നമുക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് റീഅറേഞ്ച് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ഇരുന്നിട്ട് നമ്മുടെ ഒരു മൂവിയിൽ കാണുന്നത് പോലെ തന്നെ ഈ ഫൊർഗീവ്നെസ്സിന് വേണ്ടിയിട്ട് ക്ഷമിക്കേണ്ട സിറ്റുവേഷനെയും ക്ഷമിക്കേണ്ട വ്യക്തികളെയും ഒക്കെ നമ്മളിങ്ങനെ ഒരു സിനിമയിൽ നിന്ന് കാണുന്നത് പോലെ കണ്ടിട്ട് നമ്മൾ മനസ്സിൽ പറയേണ്ട കാര്യം, ഞാൻ നിന്നോട് ക്ഷമിക്കാൻ തയ്യാറാണ്. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ എനിക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റുമോ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ക്ഷമിക്കുന്ന ഇഷ്ടമല്ലാത്തൊരു റെസിസ്റ്റൻസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. അതിനോടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള പറ്റത്തില്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ മനസ്സിൽ അന്നേരം കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഐ ആം റെഡി ടു റിലീസ് ഓൾ മൈ റെസിസ്റ്റൻസ്. എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ റെസിസ്റ്റൻസിനെയും എല്ലാ പ്രതിരോധത്തെയും ഞാൻ റിലീസ് ചെയ്യാനായിട്ട് തയ്യാറാണ്. എന്നിട്ട് വേണമെങ്കിൽ പർട്ടിക്കുലറായിട്ടുള്ളൊരു വ്യക്തിയാണ് നമുക്ക് ഫൊർഗീവ്നെസ് എടുക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ മുഖം നമുക്ക് മനസ്സിലേക്ക് ആലോചിച്ചിട്ട് ആ വ്യക്തിയോട് പറയാം, ഐ ആം റെഡി ടു ഫൊർഗീവ് യു, ഐ ആം റെഡി ടു ഫൊർഗീവ് മൈസെൽഫ്. ഞാൻ നിന്നോടും ക്ഷമിക്കാൻ തയ്യാറാണ്.
അപ്പോഴും റെസിസ്റ്റൻസ് വരുവാണെങ്കിൽ നമ്മൾ പറയാം ഐ എം റെഡി ടു റിലീസ് ഓൾ മൈ റെസിസ്റ്റൻസ് എന്ന് പറയുക. അങ്ങനെ ഓരോ വ്യക്തികളെ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു വ്യക്തിയോടാണ് ഹീലിംഗ് എടുക്കണമെങ്കിൽ ആ വ്യക്തിയെ മാത്രം, ഒന്നിൽ കൂടുതൽ സാഹചര്യങ്ങളോടും വ്യക്തികളോടും നമുക്ക് അറ്റ് എ ടൈമിൽ ഫർഗീവ്നെസ് പറയാം. എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ നിങ്ങൾക്ക് വിഷ് ചെയ്യുന്നു. ഡേ 15 അടിപൊളി ഒരു ദിവസമാണ്. സോ ഫർഗീവ് യുവർ സെൽഫ് ആൻഡ് ഫർഗീവ് അതേഴ്സ്. അതോടൊപ്പം തന്നെ സുസ്ഥിയുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഹോപ്പനോപ്പനോ ഹീലിംഗ് സെഷനിലേക്കൊക്കെ വന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക. ലവ് യുവർ സെൽഫ്, ലവ് അതേഴ്സ് ആൻഡ് ലവ് ദ പ്ലാനറ്റ്. സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി.